തൃശൂരിൽ വെള്ള ഒമിനി വാനിൽ 3 ആൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. 10 വയസ്സുകാരനാണ് ഇത്തരത്തിലൊരു മൊഴി നൽകിയിരിക്കുന്നത്. തൃശൂർ പട്ടിക്കാട് ആൽമ്പാറ കനാമ്പുറത്ത് നിന്നാണ് ഒമിനി വാനിൽ 3 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയെന്നുള്ള വിവരങ്ങൾ 10 വയസ്സുകാരൻ പങ്കുവയ്ക്കുന്നത്. ഈ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. രാവിലെ 9 മണിയോടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ 10ാം ക്ലാസ്സുകാരനാണ് 3 പേരെ മർദ്ദിച്ചതിന് പിന്നാലെ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഒരു വെളുത്ത ഒമിനി വാനിൽ തട്ടിക്കൊണ്ടുപോയെന്ന് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. രാവിലെ സൈക്കിളിൽ പള്ളിയിൽ നിന്ന് മടങ്ങി വരുന്നതിനിടെ സംഭവം കണ്ടു എന്നാണ് 10ാം ക്ലാസ്സുകാരൻ പറയുന്നതും. തന്നേക്കാൾ പ്രായമുള്ള 3 കുട്ടികളെയാണ് വാനിൽ മർദ്ദിച്ച് കയറ്റിക്കൊണ്ടുപോയെന്ന് ഈ കുട്ടി മൊഴി നൽകിയത്. അതേസമയം CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ സംഭവ സമയത്ത് ഒരു ഒമിനി വാൻ പ്രദേശത്തുകൂടി കടന്നുപോയതായി കണ്ടെത്തിയിരിക്കുകയാണ്. ഈ വാൻ പോലീസ് കണ്ടെത്തിയതായും സൂചനകളുണ്ട്. എന്നാൽ കുട്ടിയുടെ മൊഴിയുടെ വിശ്വാസ്യത സംബന്ധിച്ച് പോലീസിന് ഇപ്പോഴും സംശയം നിലനിൽക്കുന്നു. കുട്ടികളെ കാണാനില്ല എന്ന് ഇതുവരെ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനുകളിലൊന്നും തന്നെ പരാതി ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഇതിന് കാരണമാകുന്നത്. സമീപ സ്റ്റേഷനുകളിലും ഇത്തരമൊരു പരാതി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പോലീസ് ഇപ്പോഴും പരിശോധിച്ച് വരികയാണ്. അതേസമയം അവധിക്കാലമാണ്, കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ്. ഇപ്പോൾ വീടുകളിൽ ഭിക്ഷ ചോദിച്ചെത്തി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘവും കേരളത്തിലെത്തിയ വാർത്തകളും പുറത്തു വരുന്നു. ഇതിൽ ഭിക്ഷാടന മാഫിയ, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഇതര സംസ്ഥാനക്കാർ എന്നിവരാണ് ഇതിന് പിന്നിലെന്നാണ് വിവരങ്ങൾ. അതായത് ഭിക്ഷാടന ഉപജീവന മാർഗമാക്കിയ മാഫിയ സംഘങ്ങൾ ഇപ്പോൾ കേരളം അടക്കി വാഴുകയാണ്. അതായത് നിയമങ്ങൾ സംരക്ഷിക്കേണ്ട പോലീസ് തന്നെ ഇവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നതാണ് ദയനീയമാകുന്നത്. വീടുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ സംഘം പണം പിരിക്കാനൊക്കെ എത്തുന്നത്. തുടർന്നാണ് ഇവർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്ന് ഇത്തരക്കാരെ എത്തിക്കാൻ നിരവധി മാഫിയ സംഘങ്ങൾ തന്നെ ജില്ലയിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് വിവരങ്ങൾ. അതായത് പ്രളയക്കെടുതി, രോഗങ്ങൾ, അംഗഭംഗം, വിവാഹം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് ഇത്തരക്കാർ വീടുകളിലേക്ക് എത്തുന്നത്. ജില്ലകളിൽ അലഞ്ഞു തിരിയുന്നവരെയും റോഡരികിലും കടത്തിണ്ണയിൽ ഉറങ്ങുന്നവരെയും കണ്ടെത്തി പുനരധിവാസ കേന്ദ്രങ്ങളിൽ പോലീസ് എത്തിക്കാറുണ്ട്. എന്നാൽ ഭിക്ഷാടന സംഘങ്ങളിൽ പെടുന്നവർ പോലീസിന്റെ കെണിയിൽ പെടാറില്ല എന്നത് തന്നെയാണ് ഈ സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. സംഘം ചേർന്ന് തമ്പടിച്ച് പുലർച്ചെ മുതൽ നിർദ്ദേശിക്കപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ട് രക്ഷപ്പെടുകയാണ് പതിവ്. അതായത് ബാലവേല നിരോധിച്ചെങ്കിൽ പോലും ഇതര സംസ്ഥാനക്കാർ കുട്ടികളുമായിട്ടാണ് കേരളത്തിലേക്ക് എത്തുന്നത്. വികലാംഗർ കൂടുതലായും തമിഴ്നാടുകളിൽ നിന്ന് വാഹനങ്ങളിലാണ് എത്തുന്നത്. മേഖലയിൽ വാടക വീടെടുത്ത് ഇവിടെ അംഗവൈകല്യമുള്ളവരടക്കം വിവിധ പ്രായക്കാരായ ഭിക്ഷാടകരെ താമസിപ്പിച്ചിരിക്കുന്നു. ഇടയ്ക്കിടെ ഇവർ താവളം മാറ്റുകയും ചെയ്യുന്നു. രാവിലെ കൃത്യം 7 മണിക്ക് തന്നെ ഇവർ സംഘങ്ങളായി തന്നെ പണിക്കിറങ്ങും. ഭിക്ഷാടന സ്ഥലങ്ങളിൽ എത്തിക്കാൻ വാഹനങ്ങൾ വരെ ഇവർക്ക് ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളും വൃദ്ധരുമടക്കം വലിയ സംഘങ്ങൾ തന്നെയാണ് ദിവസേന ഭിക്ഷയ്ക്കായി എത്തുന്നത്. ഭക്ഷണത്തെക്കാൾ ഉപരി ഇവർ പണത്തിനായിട്ടാണ് കൈനീട്ടുന്നതെന്നാണ് ജനങ്ങൾ പറയുന്നത്. അത് മാത്രമല്ല, 5 രൂപയിൽ കുറവ് രൂപ കൊടുത്താൽ പോലും കൊടുക്കുന്നവരുടെ മുഖത്തേക്ക് ഇത് വലിച്ചെറിയുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ദിവസക്കൂലിക്കും ആഴ്ചക്കൂലിക്കും മാസ ശമ്പളത്തിനുമാണ് പലരും പണിയെടുക്കുന്നത് എന്നാണ് വിവരങ്ങൾ. അതുമാത്രമല്ല, തട്ടിക്കൊണ്ടുപോകുന്ന കുട്ടികളെ ശരീരഭാഗങ്ങളിൽ പൊള്ളലേൽപ്പിച്ചാണ് ഇവർ ഭിക്ഷാടനത്തിന് ഇറക്കുന്നത്. ബാംഗ്ലൂരിലെ സ്ഥിതിയും ഇത്തരത്തിൽ മറിച്ചൊന്നുമല്ല. ഓരോ സിഗ്നലും കൂട്ടത്തോടെയാണ് യാചകർ കൈനീട്ടുന്നത്. മുന്തിയ ഇനം കണ്ണട ധരിച്ചവരും ഇക്കൂട്ടത്തിൽ പെടുന്നു. അതായത് ഒരു നേരത്തെ ആഹാരത്തിനായല്ല അവർ കൈനീട്ടുന്നത്. പണം കിട്ടിയില്ലെങ്കിൽ ആളുകളെ പോകാൻ പോലും അനുവദിക്കാത്തവരും ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് വിവരങ്ങൾ. മാളുകൾ, ക്ഷേത്രങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ പരിസരം, ബസ് സ്റ്റാൻഡ്, തിയേറ്ററുകൾ തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംഘം ജോലിക്ക് ഇറങ്ങുന്നതും. ഭിക്ഷാടന മാഫിയ തട്ടിയെടുക്കുന്ന കുട്ടികളെ അംഗഭംഗം വരുത്തിയും ശാരീരികമായി ഉപദ്രവിച്ചുമാണ് ഭിക്ഷാടനത്തിനായി ഇവർ ഉപയോഗിക്കുന്നത്. പ്രതിദിനം 200 മുതൽ 300 രൂപ വരെ പ്രതിഫലം നൽകി വാടകയ്ക്കെടുക്കുന്ന കുട്ടികളെ ഉപയോഗിച്ചും ഇവർ ഭിക്ഷാടനം നടത്തുന്നുണ്ട്. ഓരോരുത്തരുടെയും ശരീരഭാഷയും സീസണും അനുസരിച്ചാണ് ഭിക്ഷ എടുക്കുന്നത്. അംഗവൈകല്യമില്ലാത്തവർ ഭക്തിയെ മാർഗമാക്കുമ്പോൾ യുവതികളാണെങ്കിൽ ഒക്കത്തോ അല്ലെങ്കിൽ ഭാണ്ഡത്തിലോ ഒരു കുട്ടിയുണ്ടാകും. ഈ കുട്ടികൾ പലപ്പോഴും ഉണർന്നിരിക്കുന്ന രീതിയിൽ കാണാൻ കഴിയില്ലെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. കുട്ടികളെ പുകയില കഷായം പോലുള്ളവ കൊടുത്ത് മയക്കി കിടത്തുകയാണെന്നും പറയുന്നു. തട്ടിയെടുക്കപ്പെടുന്നതോ അല്ലെങ്കിൽ സംഘത്തിലുള്ളവർക്ക് ജനിക്കുന്നതോ ആയ കുട്ടികളെയാണ് ഇത്തരത്തിൽ കൊണ്ടു നടക്കുക. ക്ഷേത്രം, പള്ളി പരിസരങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ, കടവരാന്തകൾ എന്നിവിടങ്ങളിലെല്ലാം ഭിക്ഷാടനക്കാർ കൈയടക്കിയിരിക്കുന്ന പതിവ് കാഴ്ചയാണ്. വൈകുന്നേരത്തോടെ പണി അവസാനിപ്പിച്ച് നിശ്ചയിച്ച സ്ഥലത്തെത്തിയാൽ പിന്നെ മുതലാളി എത്തി എല്ലാവരെയും കൂട്ടി മടങ്ങുകയും ചെയ്യും. ഇവരെല്ലാം തന്നെ അന്യ സംസ്ഥാനക്കാരാണ്. പല സ്ഥലത്തും തമിഴ് ഭിക്ഷാടന മാഫിയ പിടിമുറുക്കുന്നതിനാൽ ഭിക്ഷാടനം നടത്തി ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നവരും ബ്ലൈഡിന് പണം നൽകുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. മാഫിയ സംഘത്തിൽ നിന്ന് വിഹിതം പറ്റുന്ന പോലീസുകാരുടെ പിന്തുണയാണ് ഇത്തരം സംഘങ്ങൾക്ക് വരെ തുണയാകുന്നത്.
ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.